എല്ലാവർക്കും മലയാളത്തിൻ്റെ മറ്റൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കപ്പ വെച്ചൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം മറ്റേ കപ്പയും മീൻകറിയുടെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ അതിനകത്ത് കപ്പ ഇതുപോലെ ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ഇത് അതിൻ്റെ മേക്കിംഗ് വീഡിയോ എന്തായിരുന്നെന്ന്. അപ്പോൾ എന്തായാലും വീണ്ടും ഞങ്ങളത് കപ്പ ഉണ്ടാക്കുന്ന വീഡിയോ എന്തായാലും തയ്യാറാക്കുകയാണ്. കപ്പ ഉപ്പുമാവാണ് ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 1 കിലോ കപ്പ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഞാനിവിടെ 1 കിലോ കപ്പയാണ് തൊണ്ട് കളഞ്ഞ് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് നല്ലോണം ഇളക്കാം. കപ്പ ഞാൻ കഴുകി വൃത്തിയാക്കി പീസുകളാക്കി ഇപ്പം ഒരു ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡലി പാത്രത്തിലിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാൻ ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആവി കയറ്റാനുള്ള തട്ട് വെച്ചിട്ട് നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോൾ കപ്പ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 10-15 മിനിറ്റോളായിട്ടുണ്ട്. നമുക്കിനി കപ്പ വെന്തോന്ന് നോക്കാം തുറന്ന്. കപ്പ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കപ്പ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം വേവണ കപ്പയായിരിക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പൊടിയില്ല. കണ്ട ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം വെന്തിട്ടുണ്ട്. വെള്ളമില്ലാതെ കണ്ട അതിന് ആവിയിൽ വേവിച്ചെടുത്താൽ ഇങ്ങനെ വെള്ളമില്ലാതെ കിട്ടും. കണ്ട ഇനി ഇത് നമുക്ക് പൊടിക്കാൻ ഞാനിവിടെ ഗ്ലാസിൻ്റെ ഇങ്ങനെ ബാക്ക് ഭാഗം വെച്ചിട്ടാണ് ഇങ്ങനെ പൊടിച്ചെടുക്കാം. കണ്ട ഞാൻ ഗ്ലാസിൻ്റെ ബാക്ക് വെച്ച് പൊടിച്ചെടുത്ത് നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് താളിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതി സവാള ഞാൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു 6 പീസ് വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി അത് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞ് വരാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി ഇളക്കാം. ഈ പൊടിച്ചു വച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ കപ്പ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കണം, ആവശ്യത്തിന് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ പൊടിച്ച് എടുക്കാം. കണ്ടോ നല്ല ടേസ്റ്റാണ് ഇത്. മീൻ കറിയുടെ കൂടെ കഴിക്കാം, ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ മീൻചാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നുള്ളൂ. വെറുതെ നോർമലി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇനി കപ്പ കിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.